പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിച്ച പതിനായിരങ്ങൾ. തിരുവനന്തപുരം തിരുവല്ലത്ത് പിതൃതർപ്പണം നടത്തിയത് നിരവധി പേരാണ്. ചന്തു ചന്ദ്രശേഖർ തയ്യാറാക്കി റിപ്പോർട്ട് കണ്ടുവരാം. പുലർച്ചെ 2:30 മുതലാണ് തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രധാനമായും 9 ബലി മണ്ഡപങ്ങളാണ് ഇവിടെ ബലിതർപ്പണത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 9 ബലിതർപ്പണ മണ്ഡപങ്ങളിലായി 3500 പേർക്ക് ഒരേ സമയം ബലി അർപ്പിച്ച് മടങ്ങിപ്പോകാൻ കഴിയും. ആ വിധമാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ദേവസ്വം ബോർഡും അതിലുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇന്ന് രാവിലെ 2:30 മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. എന്തായാലും വലിയ തിരക്കാണ് പരശുരാമ ക്ഷേത്രത്തിൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ചെറിയ മഴ ആൾക്കാർക്ക് ഈ ബലി അർപ്പിക്കാൻ എത്തുന്നവർക്ക് ബുദ്ധിമുട്ട് ആകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കണക്കാക്കാതെ തന്നെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിവരെ തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുമെന്നാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുന്നത്. നമ്മോടൊപ്പം ഇവിടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ശ്രീ നാരായണ ശർമ്മ അദ്ദേഹമുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ക്രമീകരണങ്ങളെ കുറിച്ച് വ്യക്തമാക്കും. എങ്ങനെയാണ് ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ? ഇവിടുത്തെ ബലിതർപ്പണം എന്ന് വെച്ചാൽ ഇവിടെ വിശ്വപ്രസിദ്ധമാകുന്നത് ശ്രീശങ്കരൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കർമ്മം ചെയ്തത് തിരുവല്ലത്താണ്. അദ്ദേഹത്തെ പോലെ ശ്രേഷ്ഠനായിട്ടൊരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടാവുമല്ലോ. കൂടാതെ ലോകത്തെ ഏക ക്ഷേത്രം പിണ്ടം നടക്കുന്ന സ്ഥലമാണ്, ക്ഷേത്രത്തിനകത്ത് ബലി നടക്കുന്ന സ്ഥലമാണ് തിരുവല്ലം. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വരുന്നത് അത് തന്നെ, വിദേശത്തു നിന്ന് പോലും വരുന്ന ഇതാണ്. എത്ര മോക്ഷം കിട്ടാത്ത പിതൃക്കൾക്കും തിരുവല്ലത്ത് നിന്ന് ബലിയിട്ട് കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമെന്നാണ് സങ്കല്പം. അത് അനുഭവം കൊണ്ട് പലർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവല്ലം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും മഹനീയമായിട്ടും കാണുന്നതിൻ്റെ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു പൈതൃകമൊക്കെ ഉള്ള ക്ഷേത്രമാണ്. വലിയ വിശ്വാസം, ആചാരപരമായി തന്നെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. എന്തായാലും വലിയ തിരക്ക് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഉച്ചവരെ ഇത്തരത്തിൽ ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലത്ത് മാത്രമല്ല, വർക്കല പാപനാശത്തും അരുവിപ്പുറത്തും ഒക്കെ ഇത്തരത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ശംഖുമുഖം തീരത്തും ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. തിര വലിയ രീതിയിൽ അവിടെ തീരം കവർന്നെടുത്ത ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ തന്നെയും നേരിയ തരത്തിൽ അവിടെയും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതുമായ എല്ലാ ക്ഷേത്രങ്ങളിലും പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്.